മര്യാദക്ക് ചോദിച്ചതാ. അപ്പ ഡാഡി പറഞ്ഞത് എന്റെ കല്യാണം കഴിഞ്ഞാൽ കാശ് തരാന്നാ. അങ്ങനെ കല്യാണം കഴിയുന്നവർക്ക് വാരിക്കോരി കൊടുക്കുമെങ്കിൽ അനന്തരവനും ഭാര്യയ്ക്കും എന്ത് കൊടുത്തുവെന്ന് എനിക്കറിയണം. കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും നിന്റെ ആവശ്യം എന്താണെന്നുള്ളത് എനിക്കറിയണം. എങ്കിലും എനിക്ക് കാശ് തരാൻ പറ്റൂ. ഞാനിത് എത്ര വട്ടം പറഞ്ഞ എനിക്ക് കുറെ കടമുണ്ടെന്ന്. അത് തീർക്കാൻ എനിക്ക് ഉടനെ 1 കോടി രൂപ കിട്ടണം. ഏട്ടന് കൊടുക്കുന്ന പണം എനിക്കും കിട്ടണം. എടി, നീ ആവശ്യത്തിൽ കൂടുതൽ പണം കമ്പനിയിൽ നിന്ന് വെട്ടിച്ചു. അതെല്ലാം ഫോറിൻ ടൂർ നടത്തി പൊട്ടിച്ചിട്ടാ നീ ഇവിടെ വന്ന് നിൽക്കുന്നെന്ന് എനിക്കറിയാം. കമ്പനിയിൽ നിന്ന് വെട്ടിക്കുന്നതും പൊടിക്കുന്നതും ഒക്കെ എന്റെ മിടുക്ക്. ഏട്ടൻ അതിനുള്ള കഴിവില്ലാത്തത് എന്റെ കുഴപ്പമല്ല. ഈ വീട് മിഥുൻ ബെട്ടയ്ക്ക് ഭയ്യ കൊടുത്തു എന്ന് കരുതിയാ എല്ലാവരും തമ്മിൽ ഝഗടാ. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ നെഞ്ച് വാങ്ങാൻ പോലും നയാ പൈസ കയ്യിലില്ല ഭയ്യ. ഇവർക്ക് കാശ് കൊടുക്കുകയാണെങ്കിൽ ഈ സ്കർ മിഥുൻ ബേട്ടയുടെ പേരിൽ എഴുതി തരണം. ഇവിടെ ആർക്കും കാശും വീടൊന്നും തരാൻ പോകുന്നില്ല. മക്കൾക്കും പെങ്ങൾക്കും അളിയനും അനന്തരവനും ഒക്കെ ചെലവിനുള്ള പണം മാസാമാസം ഓഫീസിൽ നിന്ന് കിട്ടുന്നില്ലേ? അതിന് പുറമെയാ ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ. ചിലതൊക്കെ കണ്ടിട്ടും കണ്ണടക്കിയ ഞാൻ. എന്നാലും അതൊരു മിടുക്കായിട്ടാ ബിസിനസ്സിൽ ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് എന്റെ മകള് കരുതുന്നത്. കഷ്ടം. ഇനി മകനാണെങ്കി കിട്ടുന്നതൊന്നും പോരാ, കടമുണ്ടത്രേ. എടാ, ഞാൻ ജോലി ചെയ്തിട്ടല്ലേ ഇപ്പോഴും നിന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. എന്നിട്ടും ഈ ചെറുപ്രായത്തില് നിനക്ക് എവിടുന്ന് വന്നു 1 കോടി രൂപയുടെ കടം? ഡാഡി തരുന്ന നക്കപ്പിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ദൂർത്ത് പുത്രം എല്ലാം നശിപ്പിക്കും ഭയ്യ. ദൂർത്ത് പെങ്ങളും ഒട്ടും മോശമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നാൽ എനിക്കുള്ളത് മുഴുവൻ തരാനും ഞാൻ തയ്യാറാണ്. പക്ഷേ ആവശ്യം ന്യായമാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് വന്നേ. കീർത്തി ബേട്ടയുടെ വീട്ടുകാർക്ക് മുന്നിൽ മിഥുൻ ബേട്ടയ്ക്ക് കോയി സമ്പത്ത് നഹി. ഈ കാരണെങ്കിലും അവന് കൊടുത്ത. കീർത്തി മോളെ, ഇങ്ങ് വാ. വേണമെങ്കിലേ ഈ വീട് ഞാൻ ഇവളുടെ പേരിൽ എഴുതി കൊടുക്കും. മേരി പ്യാരി കീർത്തി ബേട്ടി. ഡാഡി സമ്പാദിക്കുന്നത് ഡാഡിയുടെ മക്കൾക്ക് വേണ്ടിയാ. അനന്തരവനോ അയാളുടെ ഭാര്യയ്ക്കോ ഒരു ചുക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബേട്ടി, ബേട്ടി, രുക്കോ നാ ബേട്ടി. മോൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ. മെല്ലെ മെല്ലെ ഇതൊക്കെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമായിക്കോളും. പക്ഷേ അപ്പോഴേക്കും ഇവരെ കണ്ടു പഠിച്ച് അങ്ങനെ ആവാതിരുന്നാ മതി.